നമ്മളെ വിടുക്കാ പോണ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു ഈവനിങ് ഔട്ടിങ്ങിൻ്റെ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2 പ്ലാനാണുള്ളത്. ഒന്ന് കുട്ടികളെ കൊണ്ടൊക്കെ NVO ഫൺ പാർക്കിൽ നിന്ന് പോവുക, പിന്നെ പെരിന്തൽമണ്ണ റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള 3 days ആയിട്ട് ഓപ്പൺ ആയിട്ട് അതിൻ്റെ നെസ്റ്റോ, അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് കറങ്ങാൻ വരാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കണ്ണുകൊണ്ട് ഇടയ്ക്ക് കാണിക്കുന്ന ഒരു കോസ്റ്റ്, അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാണിക്കുന്നവരുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിതാ NVO ഫൺ പാർക്കിൽ എത്തിയിട്ടുണ്ട്. പാർക്കൊക്കെ ചെയ്ത് വണ്ടി പാർക്കൊക്കെ ചെയ്ത് ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി പാർക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ പറ്റിയ നമുക്ക് ചെറിയ റേറ്റിൽ നമുക്ക് ടിക്കറ്റിനൊക്കെ ചെറിയ റേറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലതായിട്ട് കുട്ടികൾക്ക് കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി പാർക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുറേ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ജസത വന്ന് ഉടൻ തന്നെ ഓടി കയറിയിട്ടുണ്ട്. ഇവർക്കൊക്കെ പറഞ്ഞാൽ പാർക്കിൽ കളിക്കാൻ പറഞ്ഞാൽ എത്ര ടൈം പോയാലും അവരറിയില്ല. അങ്ങനെ വലിച്ചു കൊണ്ടാലേ ഉള്ളൂ അവർ വരാം കേട്ടോ. അപ്പോൾ അതവിടെ ചെറിയൊരു ജൂനിയർ കിഡ്സിന് വേണ്ടിയിട്ടൊരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് വേറെ 30 rupees ടിക്കറ്റും വരുന്നുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം തിരക്കില്ല, വലിയ കുട്ടികളൊന്നുമില്ല. അവൾക്ക് ഹാപ്പി ആയിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവളും വേറൊരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ട് എല്ലാവരും കയറി ഇറങ്ങി എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവൾക്കൊരു പുതിയൊരു ഫ്രണ്ടിനെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവളെല്ലാം എൻജോയ് ചെയ്ത് തിരക്കൊന്നും ഇല്ലാത്തതാണ്. ഇതെനിക്ക് നല്ലൊരു സംഭവമായി തോന്നി. പിന്നെ ഫുള്ള് ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കുറേ ഇങ്ങനെ ആക്ടിവിറ്റി ഏരിയകളൊക്കെ എൻജോയ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവൾ ഫുള്ള് അവിടെയൊക്കെ കയറി ഇറങ്ങിയതാണ്. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ കയറി ഇറങ്ങി ആർമാദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം നമുക്ക് ബോറടിച്ചാലും അവരെ കളി കണ്ടിരിക്കുമ്പോൾ നമുക്ക് കുഴപ്പം തോന്നുന്നില്ല കേട്ടോ. നമുക്കൊന്നുമില്ല സംഭവം, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും അപ്പുറത്തെ സൈഡിലൂടെ പോകുമ്പോൾ ഇവളുടെ പുതിയൊരു ഐഡിയ ആണിത്. ഇതിലൂടെ കയറിയിട്ട് പിന്നെ അങ്ങനെ തന്നെ തിരിച്ചിറങ്ങാനുള്ള പരിപാടി. ഞങ്ങൾ കുറേ അപ്പുറത്തൂടെ കയറി പറഞ്ഞു, പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല കേട്ടോ. അവളെല്ലാവരെയും ഒരു ഓപ്പോസിറ്റാണ് അവളുടെ ക്യാരക്ടർ. അവൾക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുണ്ടാവും. നല്ല രസമുണ്ടായിരുന്നു അവരുടെ സന്തോഷമൊക്കെ കാണാൻ. അങ്ങനെ കുറേ നേരം നമ്മളവിടെ ഇരുന്ന് ഒരു 6 മണി 7 മണിയാവുന്നവരെ നമ്മളവിടെ 6 മണിയൊക്കെ ആയിട്ടു. അപ്പോൾ 6 മണിയൊക്കെ ആയപ്പോഴാണ് അവർ ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങിയത്. എല്ലാവരും ഈവനിങ് നല്ല നൈറ്റ് 6 മണിക്കൊക്കെ ശേഷമാണ് ഓരോരുത്തർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് കൂടുതൽ തിരക്കാവാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ പക്ഷേ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു പ്ലാനോടി നെസ്റ്റോയിൽ പോകേണ്ട ഒരു പ്ലാനോടി ഉള്ളത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ളതായി. പക്ഷേ അവർ ഒന്ന് വലിച്ച് 2 പേരും കൊണ്ടുവരുമ്പോഴത്തേന് ഞങ്ങൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടെടുക്കുമ്പോൾ അവർ പിന്നെയും ഓടും. അങ്ങനെ ഞങ്ങൾ പിടിച്ചിറങ്ങിയതാണ്. ഇപ്പോൾ നൈറ്റ് കാണുന്നത് ഇപ്പോൾ കുറച്ച് 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു നെസ്റ്റോൻ്റെ വീഡിയോ ഉണ്ട്, അത് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് അടുത്ത മറ്റൊരു വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, ബായ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.